ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ നല്ല ഒരു ഉറക്കത്തിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അതിലൂടെ നമുക്ക് നമ്മുടെ ഹോർമോൺസിനെയൊക്കെ എങ്ങനെ സന്തുലനാവസ്ഥയിൽ കൊണ്ടുവരാമെന്നും ഒക്കെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങളൊക്കെ അത് പ്രാക്ടീസ് ചെയ്തായിരുന്നോ? നല്ലൊരു ഉറക്കം കിട്ടിയോ? ഉറക്കത്തിൽ നിന്നുണ്ടായിരുന്ന ബെനിഫിറ്റ്സുകളൊക്കെ പതുക്കെ പതുക്കെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അത് ലഭിച്ചു തുടങ്ങുക. എന്നാലും അതെല്ലാവരും ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഒരു മെൻ്റൽ കാംനെസ്സിനെ കുറിച്ചിട്ടാണ് അല്ലേ. മെൻ്റൽ കാംനെസ് എന്ന് പറയുമ്പം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് തന്നെ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു ശാന്തത എന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കുന്നതല്ല ശാന്തത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമല്ലാതാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കുട്ടികളോട് നമ്മൾ ദേഷ്യപ്പെടും, നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ ജീവനക്കാരോട് നമ്മൾ ദേഷ്യപ്പെട്ട് സംസാരിക്കും, നമ്മുടെ ഭർത്താവിനോട് അല്ലേ ഒക്കെ നമുക്ക് ചുറ്റുമുള്ളവരോടൊക്കെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള സംഘർഷങ്ങളെ അത് മറച്ചു വയ്ക്കാനായിട്ട് നാം കാണിക്കുന്ന നമുക്ക് അമിതമായ ദേഷ്യം അല്ലേ. പിന്നെ നമ്മൾ കരച്ചിൽ, നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും, നമ്മൾ കരയും. ആരെങ്കിലും എന്തെങ്കിലും എന്താ വിഷമിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോഴേ അങ്ങ് നമ്മൾ കരഞ്ഞു തുടങ്ങും അല്ലേ. കരഞ്ഞു തുടങ്ങുമ്പം നമ്മുടെ കേൾക്കാനിരിക്കുന്ന ആൾക്കാർ കുറച്ചും കൂടെ നെഗറ്റിവിറ്റി നമ്മുടെ തലയിലേക്ക് കൊണ്ടിടും. അപ്പം ആ നെഗറ്റിവിറ്റിയും എൻ്റെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റിയും കൂടെ എല്ലാം കൂടെ ചേർന്നിട്ട് അവസാനം ഒരു വലിയ പ്രശ്നങ്ങളിലേക്ക് അത് പോകും അല്ലേ. അപ്പം നമ്മുടെ മനസ്സിൻ്റെ ശാന്തതയെ നിയന്ത്രിച്ചു കൊണ്ട് പോകാൻ, അല്ലെങ്കിൽ മനസ്സിന് വേണ്ടി ഒരു മെൻ്റൽ കാംനെസ് പരിശീലിക്കേണ്ടത് നമ്മുടെ വിജയത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഈ പ്രയാണത്തിൽ നമ്മുടെ മുന്നിൽ വന്നാലും കല്ലിന് കാറ്റ് പിടിക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ നമ്മുടെ മുമ്പിൽ എന്ത് കാര്യങ്ങൾ വന്നാലും വളരെ ശാന്തതയോടുകൂടി അത് നേരിടാനുള്ള ഒരു കരുത്ത്, ഒരു കഴിവ് നമ്മൾ സ്വായത്തമാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അത് ഏതൊക്കെ തരത്തിലാണ്, പല പല ഘട്ടങ്ങളിലായിട്ടാണ് നമുക്കത് സാധിച്ചെടുക്കാനായിട്ട് പറ്റുന്നത്. 5 തരത്തിലാണ് പ്രധാനമായിട്ടും അത് ബന്ധപ്പെട്ട് കിടക്കുന്നത്. നമ്മുടെ മനസ്സിൻ്റെ ശാന്തത ബന്ധപ്പെട്ട് കിടക്കുന്ന 5 ഘടകങ്ങൾ. അത് 1 ഫിസിക്കലായിട്ടുള്ളത്, രണ്ടാമത്തെ കാര്യം മെൻ്റലായിട്ടുള്ളത്, മൂന്നാമത്തെ കാര്യം നമുക്ക് സ്പിരിച്വലായിട്ടുണ്ടാകുന്ന ഒരു നിയന്ത്രണം, അതുപോലെ തന്നെ നമുക്ക് ഇമോഷണലായിട്ടുണ്ടാകുന്ന ഒരു നിയന്ത്രണം, അതുപോലെ തന്നെ നമുക്ക് അതായത് സൊസൈറ്റി ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സോഷ്യലി ആയിട്ടുണ്ടാകുന്ന ഒരു കാംനെസ്, അല്ലെങ്കിൽ അതിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടതായിട്ടുള്ള ഒരു കാംനെസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റായിട്ട് ഫിസിക്കൽ എന്ന് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഫിസിക്കിലൂടെ നമുക്ക് എങ്ങനെ ഫിസിക്കൽ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്നത് എന്താണ്? നമ്മുടെ ആഹാരം തന്നെയാണ് അല്ലേ. നമ്മുടെ ആഹാരം, നമ്മുടെ ഉറക്കം, നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെ? സമീകൃതമായ ഭക്ഷണത്തിലൂടെ, ധാരാളം വെള്ളം കുടിക്കുന്നതിലൂടെ, ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ മാത്രമേ ആരോഗ്യകരമായ ചിന്തകൾ അല്ലേ ഉണ്ടാക്കിയെടുക്കുകയുള്ളൂ. പണ്ട് വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ആരോഗ്യമുള്ള ശരീരത്തിൽ നിന്ന് മാത്രമേ ദൃഢമായ ചിന്തകൾ ഉണ്ടാകുകയുള്ളൂ എന്ന്. അപ്പം നമ്മുടെ ശരീരത്തിനെ നമ്മുടെ ആരോഗ്യത്തോടു കൂടി പിടിച്ചു നിർത്തേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു കാംനെസ് നമുക്ക് ശീലിക്കുന്നതിന് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് ആഹാരത്തിലും ഡയറ്റിലും നമ്മൾ, അതുപോലെ തന്നെ നമ്മുടെ എക്സർസൈസിലും ഒക്കെ നമ്മളതിന് പ്രത്യേകിച്ച് നമുക്കൊരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെൻ്റൽ സ്ട്രെങ്ത് കൂട്ടുക എന്നുള്ളതാണ്. മെൻ്റൽ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പം ജേർണലിങ്ങും അതുപോലെ തന്നെ നമ്മൾ സെൽഫ് ടോക്കും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അല്ലേ. ഇതിലൂടെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമ്മുടെ തന്നെ ആ ഉള്ളിനെ നമുക്ക് കരുത്തോടു കൂടി നിർത്താനായിട്ട് സാധിക്കും. യു ആർ പവർഫുൾ, യു ആർ സോ പവർഫുൾ. നിനക്കിത് ചെയ്യാൻ സാധിക്കും, നിനക്ക് ഈ പ്രതിസന്ധിയെ നേരിടാൻ പറ്റും, നിനക്ക് എന്ത് പ്രശ്നം നിൻ്റെ മുന്നിൽ വന്നാലും നിനക്കത് നേരിടാനും നിയന്ത്രിക്കാനും ഉള്ള കരുത്ത് നിനക്കുണ്ട് എന്നൊക്കെ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെൻ്റൽ പീസിലൂടെ നമുക്കത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയുള്ള അടുത്ത ഒരു എലമെൻ്റാണ് എന്ത്?
നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ഇമോഷണൽ സ്ട്രെങ്ത്നെസ് എന്ന് പറയുന്നത്. ഇമോഷണൽ എന്ന് പറയുമ്പോൾ പല ആൾക്കാരും എന്താ വളരെ പെട്ടെന്ന് ചെറിയ കാര്യങ്ങൾക്ക് പോലും അമിതമായി ദേഷ്യപ്പെടുന്നു, അമിതമായി സങ്കടപ്പെടുന്നു അല്ലേ. എന്തും അമിതമായി, അമൃതും അമിതമായാൽ എന്താണ്, ദോഷമാണല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ ആ ഒരു പരിധിയിൽ, സന്തോഷമാണെങ്കിലും സന്താപമാണെങ്കിലും എല്ലാത്തിനെയും നിയന്ത്രിക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയണം. ഇമോഷൻസ് നിയന്ത്രിക്കാൻ തുറന്നു പറച്ചിലുകൾ എപ്പോഴും നല്ലതാണ്. നമുക്കൊരു വ്യക്തിയോട് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഭർത്താവിനോടാണെങ്കിലും മക്കളോടാണെങ്കിലും സഹോദരങ്ങളോടാണെങ്കിലും സുഹൃത്തുക്കളോടാണെങ്കിലും ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് തന്നെ ആകണം എന്നില്ല അതിൻ്റെ ശരിയായ കാര്യം അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഇമോഷണൽ ബാലൻസ് കീപ്പ് ചെയ്യാൻ മറ്റൊരാളിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു എന്താ പറയുക, ഒരു അറ്റാക്ക് അല്ലേ, ഒരു ഇമോഷണൽ അറ്റാക്കിനെ നമുക്ക് നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ ഒരു തുറന്നു പറച്ചിൽ എപ്പോഴും നല്ലതായിരിക്കും. അതുപോലെ തന്നെ കാമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ ഒരു നല്ലൊരു ലിസണർ ആകാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാനും അതിലൂടെ അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ വൈകി വരുന്ന ഭർത്താവിനോട് അമിതമായി ദേഷ്യപ്പെടുന്നതിന് പകരം അദ്ദേഹം വൈകി വരാനുണ്ടായ കാരണം എന്താണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹം ഇന്ന് ദേഷ്യപ്പെട്ടത് അദ്ദേഹത്തിന് ശാരീരികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ടാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഒരു തുറന്നു പറച്ചിലൂടെ നമുക്ക് നമ്മുടെ ഇമോഷണൽ ബാലൻസിനെ ഒരു പരിധി വരെ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെയാണ് നമുക്ക് എന്താണ് സ്പിരിച്വൽ ഇതിൻ്റെയൊക്കെ ഏറ്റവും ഉയർന്ന തലത്തിലാണ് നിൽക്കുന്നത്. സ്പിരിച്വലി നമുക്കൊരു കാംനെസ്സിനെ, കാരണം ഈ പറയുന്ന എല്ലാ ഘടകങ്ങൾക്കും മുകളിലാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ദൈവത്തിനോടുള്ള എൻ്റെ കൂട്ടായ്മയാണ് അല്ലേ. അപ്പോൾ അതിനു വേണ്ടി ദൈവത്തിനോടുള്ള എല്ലാ ദിവസവും കൃത്യമായി അതിനു വേണ്ടി ഒരു സമയം കണ്ടെത്തുക. അതായത് വീട്ടിലുള്ള ആൾക്കാർ ഉണർന്നു വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഒരു 10 മിനിറ്റ് നേരത്തെ എഴുന്നേറ്റ്, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മുന്നേ എഴുന്നേറ്റ് കൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രഭാത കർമ്മങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ദൈവവുമായിട്ട് ഒരു കൂട്ടായ്മ, ടൈം അലോൺ വിത്ത് ഗോഡ് അല്ലേ, ഒരു ഡയറിയിൽ എഴുതിക്കൊണ്ട്, ദൈവമേ എനിക്ക് ഇന്നും എഴുന്നേറ്റ് ആരോഗ്യത്തോടു കൂടി എൻ്റെ സ്വന്തം കൈ കൊണ്ട് എനിക്കൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കഴിക്കാനുള്ള ആരോഗ്യം നീ തന്നല്ലോ. ഇന്നലെയും പല ആൾക്കാരും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോഴും ഇന്നും നീ എന്നെയും എൻ്റെ കുടുംബത്തെയും കാത്ത് സൂക്ഷിച്ചല്ലോ. ഇന്നലെ എൻ്റെ ജീവിതത്തിൽ നടന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ദൈവത്തിനോട് പറയാം. ഇന്നത്തെ ഒരു ദിവസം നന്നായി നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് അല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അകലെയായിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ അതുപോലെ തന്നെ നമുക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ബുക്കുകൾ, നമുക്ക് ഹോളി ബുക്കുകൾ നമുക്ക് വായിക്കാം. അതിലെ വചനങ്ങൾ നമുക്ക് സ്വായത്തമാക്കാനായിട്ട്, അത് നമ്മുടെ ഭക്ഷണമാണ്. സ്പിരിച്വാലിറ്റിയിലെ ഒരു ഭക്ഷണമാണ് ഹോളി ബുക്കുകൾ വായിക്കലും അതിലെ വചനങ്ങൾ നമുക്ക് ഹൃദയസ്ഥമാക്കും. അത് നമ്മുടെ മനസ്സിൽ ഭയങ്കര വലിയ ഒരു സ്ട്രെങ്ത് നമുക്ക് തരും. അപ്പോൾ സ്പിരിച്വാലിറ്റി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അതിലൂടെ നമുക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു മെൻ്റൽ കാംനെസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതുപോലെ തന്നെയുള്ള മറ്റൊരു ഘടകമാണ് സോഷ്യലി നമ്മൾ എങ്ങനെയാണ് നമുക്കൊരു നല്ലൊരു സുഹൃത്തുണ്ടാകുക. ഇതൊക്കെ നമുക്ക് സൊസൈറ്റിയുമായിട്ടുള്ള നമ്മുടെ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് അല്ലേ. ഒരു വ്യക്തിക്കെങ്കിലും നിങ്ങളുടെ സംസാരം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് ഒരാളുടെ ജീവിതത്തിലെങ്കിലും നിങ്ങൾക്കൊരു നന്മ കൊടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് അല്ലേ. അപ്പം ഞാൻ ഈ സൊസൈറ്റിയുടെ ഭാഗമാണ്, ഞാനൊരു കുടുംബത്തിലെ ഒരു വ്യക്തിയാണ്, ഞാനൊരു അമ്മയാണ്, ഞാനൊരു ഭാര്യയാണ്, ഞാനൊരു മകളാണ് എന്നതിലൊക്കെ ഉപരി ഞാൻ ഈ സൊസൈറ്റിയുടെ വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അല്ലേ. അപ്പോൾ സൊസൈറ്റിക്ക് ആവശ്യമായ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറേ നല്ല പ്രവർത്തികൾ അതെൻ്റെ വാക്കുകൾ കൊണ്ട്, എനിക്ക് നല്ലൊരു റൈറ്റർ ആകാനായിട്ട് നിങ്ങൾക്ക് എഴുതാനുള്ള കഴിവുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ആശയങ്ങൾ കൺവേ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ പടം വരയ്ക്കും, അപ്പോൾ എൻ്റെ പടങ്ങളിലൂടെ എനിക്ക് പറയാനുള്ള ആശയങ്ങൾ എനിക്ക് എൻ്റെ സമൂഹത്തിനോട് പറയാൻ പറ്റും. നമ്മൾ എഴുതുന്നവരാണെങ്കിൽ ആ എഴുത്തിലൂടെ അങ്ങനെ അതുപോലെ തന്നെ നല്ല നല്ല ബുക്കുകൾ വായിക്കുക. റീഡിങ് ഇപ്പം പലപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ.
ഫേസ്ബുക്കിൽ വരുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾ കണ്ട് അതിൽ ആഹ്ലാദിക്കുകയല്ല ഞാൻ പറയുന്നത്. അതിനു പകരം ഒരു നല്ല നല്ല ബുക്കുകൾ, നല്ല നല്ല റൈറ്റേഴ്സിൻ്റെ ബുക്കുകൾ എടുത്തു വെച്ചിട്ട് വായിക്കുക. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ, നമുക്കിപ്പം എന്താ പറയുക, ഈ നമ്മുടെ മനസ്സിനെ ഉണർത്തുന്ന തരത്തിലുള്ള ഒരുപാട് നല്ല തരത്തിലുള്ള പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ ഉള്ള പുസ്തകങ്ങൾ അത് എടുത്തു വെച്ചിട്ട് അത് വായിക്കാനോ റീഡിങ് ഒരു ഹാബിറ്റാക്കി മാറ്റാനും സാധിക്കും. അതുപോലെ തന്നെ ഒരു നോട്ട് എഴുതി വയ്ക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നെഗറ്റീവ് ടോക്ക്. നെഗറ്റിവിറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് കാർന്ന് തിന്നുന്ന ഒരു ക്യാൻസറാണ്. അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് നെഗറ്റീവായിട്ട് പറയാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ സംഭവങ്ങളുണ്ടാകാം. പക്ഷേ ആ നെഗറ്റിവിറ്റി ഒട്ടും തന്നെ ഏൽക്കാതെ എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി, ആരെങ്കിലും ഒരു ടോക്ക് വരുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ നമ്മുടെ കയ്യിൽ നിന്നും കൂടെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നതിന് പകരം കഴിയുന്നതും അവിടെ ഒരു പോസിറ്റീവ് ടാക്ക് കൊടുക്കാനും ഒരു പ്രത്യാശ കൊടുക്കാനും, അതുപോലെ തന്നെ ഇതും കടന്നു പോകും അല്ലേ, ഇതും കടന്നു പോകും, ഈ ഒരു വിഷമസ്ഥിതിയും നമ്മൾ കടന്നു പോകും. ഇനി നമുക്ക് നല്ല ഒരു പ്രഭാതം നമുക്ക് വീണ്ടും ഉണ്ടാവും. അപ്പം